വുളൂ ചെയ്യുമ്പോൾ നാം ബിസ്മില്ലാഹ് എന്ന് പറയാൻ ശ്രദ്ധിക്കണം. സ്വഹാബത്ത് മുതൽക്കേ പറഞ്ഞു വരുന്ന കാര്യമാണ്. ഇത് വാജിബാണോ അതല്ല ഒരു സുന്നത്ത് മാത്രമാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിലേറ്റവും അനുയോജ്യമായി തോന്നുന്ന അഭിപ്രായം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയും അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയും ഒക്കെ പറഞ്ഞതുപോലെ ഒരാൾ മനഃപൂർവ്വം ഞാൻ ബിസ്മി ചൊല്ലുകയില്ല എന്ന നിലക്കാണെങ്കിൽ അയാളുടെ വുളൂ ശരിയാവുകയില്ല. എന്നാൽ ഒരാൾ മറന്നുപോയി അല്ലെങ്കിൽ അയാൾക്ക് അതിനെ സംബന്ധിച്ച് വലിയ ധാരണയില്ലെങ്കിൽ ആ വ്യക്തി ബിസ്മില്ല എന്ന് ചൊല്ലിയിട്ടില്ലെങ്കിലും അയാളുടെ വുളൂ ശരിയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ധാരണയുള്ള ഒരാൾ ഇഖ്തിലാഫിൽ നിന്ന് മറികടന്ന് തൻ്റെ ആരാധനയെ സ്ഥാപിക്കാൻ വേണ്ടി ബിസ്മില്ല എന്ന് പറയേണ്ടതാണ്. കാരണം ഒരു ആരാധനയെ നാം ശക്കിൽ നിർത്താൻ ഒരിക്കലും പാടില്ല. ബിസ്മില്ല എന്ന് ചൊല്ലാതെ അവന് വുളൂ ഇല്ല എന്ന ഹദീസ് പല റിവായത്തിലൂടെ വന്നതും ധാരാളം പണ്ഡിതന്മാർ സഹീഹാണെന്ന് പറഞ്ഞതുമാണെങ്കിൽ പിന്നെ ബിസ്മില്ല എന്ന് ചൊല്ലിയിട്ടില്ലെങ്കിൽ തനിക്ക് വുളൂ ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് ഒരു മുസ്ലിം കരുതേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും മനഃപൂർവ്വം അയാൾ ബിസ്മില്ല എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ട് വുളൂ ചെയ്യുന്നതിന് മുമ്പ് ബിസ്മില്ല എന്ന് പറയണം. ചില ആളുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവനായി പറയുന്നത് കാണാം. അതും ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പൂർണ്ണമായി ചൊല്ലിയതിന് തെളിവില്ല. അപ്പോൾ പ്രവാചകൻ എത്രയാണോ ചൊല്ലിയത് അവിടെ നിർത്തണം. നമ്മുടെ വക അത് മുഴുവനാക്കിയാൽ നല്ലതല്ലേ? അപ്പോൾ നമുക്ക് നല്ലതല്ലേ എന്ന് തോന്നുന്നതിനെ ഒരിക്കലും നാം നടപ്പിലാക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ലാ എന്നേ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് സ്വഹാബത്തിന് ഓതിക്കൊടുത്ത അതേ പ്രവാചകൻ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് മാത്രം പറഞ്ഞു മതിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് വഹീൻ്റെ പിൻബലത്തോടു കൂടിയാണ് പ്രവാചകൻ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ലതായി തോന്നാത്ത ഒരു കാര്യം നമുക്ക് നല്ലതായി തോന്നാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് എവിടെയാണോ ബിസ്മില്ലാ എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയത് അവിടെ നമ്മളും അത്ര തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കണം. അതിൽ നാം കൂട്ടാൻ പാടില്ല എന്നതുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വുളൂ എടുക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞു മതിയാക്കേണ്ടതാണ്. അതോടൊപ്പം ബിസ്മില്ലാ എന്ന് പറയുന്ന വിഷയത്തിൽ നാം അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുകയും വേണം. ഇങ്ങനെ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വുളൂ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക ദിക്റുകളും ദുആകളും ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. സ്വഹീഹായ ഒരൊറ്റ ഹദീസിലും ഓരോ അവയവങ്ങളും കഴുകുമ്പോഴും പ്രത്യേകമായ ദുആ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ധാരാളം ആളുകൾ അവർ വുളൂ എടുക്കുമ്പോൾ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പ്രത്യേകം ദുആ ചെയ്യുന്നത് കാണാം. വായിൽ വെള്ളമാക്കി കൈ കഴുകാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയും. വായിൽ വെള്ളമാക്കുമ്പോൾ അവർ പറയും, അല്ലാഹുവേ ഹൗലുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ ഭാഗ്യമുണ്ടാവണേ. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ പറയും, അല്ലാഹുവേ സ്വർഗത്തിൻ്റെ പരിമളം നീ എന്നിൽ നിന്ന് തടയല്ലേ. മുഖം കഴുകുമ്പോൾ പറയും, അല്ലാഹുവേ മുഖങ്ങൾ ഇരുണ്ടുപോവുകയും വെളുക്കുകയും ചെയ്യുന്ന ഖിയാമത്ത് നാളിൽ എൻ്റെ മുഖത്തെ നീ വെള്ളയുള്ളതാക്കി വെള്ള നിറമുള്ളതാക്കി മാറ്റണമേ. കൈ കഴുകുമ്പോൾ പറയും, വലത് കൈ കഴുകുമ്പോൾ പറയും, അല്ലാഹുവേ എൻ്റെ ഗ്രന്ഥത്തെ നീ എനിക്ക് വലത് കൈയിൽ നൽകണേ. ഇടത് കൈ കഴുകുമ്പോൾ പറയും, അല്ലാഹുവേ എൻ്റെ ഗ്രന്ഥത്തെ നീ എനിക്ക് ഇടത് കൈയിൽ നൽകരുതേ. തല തടവുമ്പോൾ പറയും, അല്ലാഹുവേ എൻ്റെ തലയെ മുടിയെ നീ നരകത്തിലിട്ട് എരിക്കരുതേ. ചെവി തടവുമ്പോൾ പറയും, അല്ലാഹുവേ ഹക്ക് കേൾക്കുന്ന ആളുകളിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ. കാല് കഴുകുമ്പോൾ പറയും, അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീമിൽ നീ എന്നെ ഉറപ്പിച്ച് നിർത്തണമേ. ഈ ഒരു ദുആ നടത്തുന്നതായി കാണാം. യഥാർത്ഥത്തിൽ യാതൊരു ബേസുമില്ലാത്ത ഒരടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞാൽ പ്രവാചകനിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് ഒരു അടിസ്ഥാനവുമില്ല. ആരോ എവിടെയോ പറഞ്ഞത് മാത്രമാണത്. അതിന് യാതൊരു പ്രമാണവുമില്ല എന്ന് ഇമാം നവവി റഹിമഹുള്ളയും
ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുള്ളയും അതേപോലെ തന്നെ മുഹദ്ദിസീങ്ങളും ഫുഖഹാക്കളുമായ ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ദിക്റുകളിലേക്ക്, ദുആകളിലേക്ക് നാം ഒരിക്കലും പോകാൻ പാടില്ല എന്നതുകൂടി ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. എന്നാൽ വുളു എടുത്തു കഴിഞ്ഞാലോ? വുളു എടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ വളരെ മഹനീയമായ ചില ദിക്റുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാനത്ത് അലൈന റിആയത്തുൽ ഇബിൽ ഫജാഅത് നൗബതി ഫറവഹ്തുഹാ ബിഅശിയ്യിൻ ഐ റദദ്തുഹാ ഇലാ മകാന റാഹതിഹാ ഫി ആഖിരിൻ നഹാർ ഫഅദ്റക്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമൻ യുഹദ്ദിസുൻ നാസ്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒട്ടകത്തെ മേയ്ക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ തമ്മിലുള്ള ഒരു വലിയ പാഠം നമുക്കിതിലുണ്ട്. ദീന് പഠിക്കുന്ന വിഷയത്തിൽ സ്വഹാബികൾ പരസ്പരം സഹകരിച്ചു കൊണ്ടായിരുന്നു ദീന് പഠിച്ചിരുന്നത്. കാരണം സ്വഹാബികൾക്കൊക്കെ ഒട്ടകമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഒട്ടകത്തെ ഒരു ദിവസം ഒരാൾ മേയ്ക്കണം. അങ്ങനെ അവർ തമ്മിൽ ഊഴമാണ്. ഇന്ന ദിവസം ഇന്നാൾ, ഇന്ന ദിവസം ഇന്നാൾ. അയാളുടെ മാത്രം ഒട്ടകമല്ല, എല്ലാവരുടെയും ഒട്ടകത്തെ അന്ന് ആ വ്യക്തി മേയ്ക്കണം. ബാക്കിയുള്ളവരെന്ത് ചെയ്യും? ബാക്കിയുള്ളവർ നബിയുടെ അടുത്ത് പോയി ദീന് പഠിക്കും. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഊഴമായപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സ്വഹാബികളൊക്കെ നബിയുടെ അടുത്ത്, ഞാൻ ഒട്ടകത്തെ മേയ്ച്ച് അവസാനം വൈകുന്നേരമായപ്പോൾ അവയൊക്കെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയതിന് ശേഷം ഞാൻ ഓടി റസൂലുള്ളാഹിൻ്റെ അടുത്തെത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅദ്റക്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖായിമൻ യുഹദ്ദിസുൻ നാസ്. അള്ളാഹുവിൻ്റെ റസൂൽ ഹദീസ് പറയാണ്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ജനങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും മിസ്സായത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ അവരുണ്ട്, പക്ഷേ ഇന്ന് തൻ്റെ ഊഴമാണ്. അതാണ് അദ്ദേഹം ആ ഹദീസിൽ പറയുന്നത്, ഫജാഅത് നൗബത്തി, എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ ഒട്ടകത്തെ മേയ്ച്ചു, പിന്നീട് അതിനെ ആലയിൽ കൊണ്ടുപോയി കെട്ടി നബിയുടെ അടുത്തേക്ക് വന്നപ്പോൾ നബി സംസാരം തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങളുണ്ട്, എല്ലാറ്റിലേക്കും ഞാൻ പോകുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സകല സന്ദർഭങ്ങളിലും സഹാബത്തിന് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയായിരുന്നു പ്രവാചകനുണ്ടായിരുന്നത്. അത് മദീന പള്ളിയിലെ മിമ്പറിൽ മാത്രമല്ല, വഴികളിലും ത്വരീഖുകളിലും തോട്ടങ്ങളിലും, എന്തിനേറെ ഖബർസ്ഥാനിൽ പോലും ഒരു മയ്യത്ത് അതിനു വേണ്ടിയുള്ള ഖബർ കുഴിക്കാനുള്ള സമയമെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു കൊണ്ട് പോലും അവർക്ക് ദർസെടുത്തു കൊടുത്തിട്ടുണ്ട്. യുഅല്ലിമുന്നാസൽ ഖൈർ, ജനങ്ങൾക്ക് എപ്പോഴും നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം നബിയുടെ കൂടെ സ്വഹാബികളും ഉണ്ടാകും ദീന് പഠിക്കാൻ എപ്പോഴും. എന്നാൽ ഈ ഒരു സ്വഹാബി വൈകാൻ കാരണം എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി ഒട്ടകത്തെ മേയ്ച്ചു. എന്നാൽ നാളെ ഈ സ്വഹാബിക്ക് നേരത്തെ വരാൻ പറ്റും, മറ്റൊരു സ്വഹാബിയായിരിക്കും. ദീനിൻ്റെ വിഷയത്തിൽ ഈ ഒരു ഊഴം വെക്കൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു വിഷയം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല. എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ ദീന് പഠിക്കുന്നല്ലാതെ അതിനപ്പുറത്ത് ദീന് പഠിക്കാൻ വേണ്ടി ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ച് നാം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ശരി, അത് മറ്റൊരു വിഷയമാണ്, അവിടേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് പറയുന്നത്? മാ മിൻ മുസ്ലിമിൻ യതവല്ലഉ ഫയുഹ്സിനു വുളൂഅഹു ثم يقوم فيصلي ركعتين مقبل عليها بقلبه ووجهه إلا وجبت له الجنة. ഒരു മുസ്ലിം നന്നായി വുളു എടുത്ത് മനസ്സിൽ മറ്റ് ചിന്തകളൊന്നുമില്ലാതെ സമ്പൂർണമായും ഹൃദയ സാന്നിധ്യത്തോടു കൂടി 2 റക്അത്ത് നമസ്കരിച്ചാൽ, ഫർളല്ല സുന്നത്ത്, വുളു എടുത്തിട്ട് ഒരു 2 റക്അത്ത് ഞാൻ നമസ്കരിക്കട്ടെ, മറ്റു ചിന്തകളിലേക്കൊന്നും പോകാതെ പൂർണ്ണമായും മനസ്സ് ആ നമസ്കാരത്തിൽ സമർപ്പിച്ച് നമസ്കരിച്ചാൽ ഇല്ല വജബത് ലഹു അൽ ജന്ന, സ്വർഗം നിർബന്ധമാക്കപ്പെടുന്ന 2 റക്അത്ത് നമസ്കാരം.
സ്വർഗം നിർബന്ധമാക്കപ്പെടും. നന്നായി വുളു എടുത്ത് നല്ല മനസ്സോടുകൂടി 2 റക്അത്ത് നമസ്കരിച്ചു. ഇത് കേട്ടപാട് ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അജ്വദ ഹാദിഹി, എത്ര മനോഹരമായ കാര്യം, എത്ര നല്ല കാര്യം, എന്തൊരു വലിയ ഫള് എന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞുപോയി. സദസ്സിന്ന് ഉറക്കെ പറഞ്ഞുപോയി. അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഫൈദാ ഖായിലുൻ ബൈന യദയ യഖൂൽ അല്ലതി ഖബ്ലഹാ അജ്വദ്, അപ്പോഴതാ എൻ്റെ മുന്നിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, ഇതല്ല, ഇതിന് നേരത്തെ പറഞ്ഞ, ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് ഇതിനേക്കാൾ മനോഹരമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫനളർത്തു, ഞാൻ നോക്കി, ആരാണ് പറഞ്ഞത്? ഫഇദാ ഉമർ റളിയല്ലാഹു തആല അൻ, അത് പറഞ്ഞത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പം അദ്ദേഹം നേരത്തെ എത്തിയ ആളാണ്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ക്ലാസിൻ്റെ പകുതിയിലാണ് എത്തിയത്. അപ്പോൾ പറഞ്ഞ ഹദീസാണ് അദ്ദേഹം കേട്ടത്. ഇത് മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇതിനേക്കാൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ഇതിനേക്കാൾ മനോഹരമാണ്. ഇന്നി റഅയ്തുക ഹീന ജിഅത ആനിഫൻ, താങ്കൾ ഇപ്പോഴാണ് വന്നതല്ലേ എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ഇപ്പോഴാണ് വന്നത്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, നേരത്തെ അള്ളാഹുവിൻ്റെ റസൂൽ തൊട്ട് മുമ്പ് പറഞ്ഞത് എന്താണ്? മാ മിൻകും മിൻ അഹദിൻ യതവല്ല ഫയബ്ലുഗു ഔ ഫയുസ്ബിഗുൽ വുളൂഅ സുമ്മ യഖൂലു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി الثمانية യദ്ഖുലു മിൻ അയ്യിഹാ ഷാ. ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം നന്നായി വുളു എടുത്തു, ഫയുസ്ബിഗുൽ വുളൂ, നന്നായി വുളു എടുക്കുക. എന്താ ഇസ്ബാഗുൽ വുളു എന്ന് പറഞ്ഞാൽ? എല്ലാ അവയവങ്ങളും, അതിൽ ഫർളും സുന്നത്തുമായ അവയവങ്ങളൊക്കെ 3 തവണ കംപ്ലീറ്റ് കഴുകുക. അത് തണുപ്പാണെങ്കിലും ശരി, ചൂടുവെള്ളമാണെങ്കിലും ശരി, 2 സന്ദർഭത്തിലും ഇസ്ബാഗുൽ വുളു എന്ന് പറഞ്ഞാൽ അതാണ് സമ്പൂർണ്ണമായ വുളു. അവയവങ്ങളെ നിർബന്ധമായത് മാത്രം കഴുകിയാൽ വുളു സ്വീകരിക്കപ്പെടും, 1 തവണ മാത്രം കഴുകിയാൽ വുളു സ്വീകരിക്കപ്പെടും. എന്നാൽ ഇസ്ബാഗുൽ വുളു എന്ന് പറഞ്ഞാൽ എല്ലാ അവയവങ്ങളും കഴുകുക, അത് 3 തവണ കഴുകുക, തല തടവലും ചെവി തടവലും ഒഴികെ. അത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1 തവണയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ട് എന്ത് പറയണം? പിന്നെ വുളു എടുത്ത് കഴിഞ്ഞാൽ എന്ത് പറയണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് മനസ്സിൽ തട്ടി അങ്ങോട്ട് പറഞ്ഞാൽ, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി الثمانية, സ്വർഗത്തിൻ്റെ 8 വാതിലുകളിൽ 8 വാതിലും അയാൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നതാണ്. യദ്ഖുലു മിൻ അയ്യിഹാ ഷാ, അതിൽ ഏത് വാതിലിലൂടെ വേണമെങ്കിലും സ്വർഗത്തിൽ കടക്കാമെന്നാണ്. ഓരോ വാതിലിനും ഓരോ മഹത്വമുണ്ട്. ഓരോ വാതിലിലൂടെ പ്രവേശിക്കുമ്പോഴും ഡിഫറൻറ്റ് കാഴ്ചകളാണെന്നാണ്, മനോഹരമായ കാഴ്ചകളാണ്. ഓരോരുത്തർക്കും വേറെ വേറെ തന്നെയാണുള്ളത്. അതിൽ ഏതിലൂടെ വേണമെങ്കിലും പ്രവേശിക്കാം. ബാബു സ്വലാത്തുണ്ട്, ബാബുൽ ജിഹാദുണ്ട്, ബാബു സദഖയുണ്ട്, ബാബുൽ വാലിദുണ്ട്, അങ്ങനെ ഒരുപാട് വാതിലുകളുണ്ട്. ഇതിലേത് വാതിലിലൂടെയും പ്രവേശിക്കാം. എത്ര ചെറിയ കാര്യം! നന്നായി ഒന്ന് വുളു എടുക്കുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് പറഞ്ഞാൽ മതി. മറ്റൊരു റിവായത്തിൽ അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വ ജഅൽനി മിനൽ മുതതഹിരീൻ എന്ന് സിയാദത്തായി വന്നിട്ടുണ്ട്. ഹാദിഹി സിയാദത്തു സ്വഹീഹ, വർദ്ധിച്ചു വന്ന ഈ ഭാഗം സ്വഹീഹാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ ഫളലിന് അതുകൂടി ചെല്ലണമെന്നില്ല. പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് മാത്രം പറഞ്ഞാൽ മതി. സ്വർഗത്തിൻ്റെ 8 വാതിലുകളും ആ വ്യക്തിക്ക് വേണ്ടി തുറക്കപ്പെടുന്ന അത്രയും വലിയൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ വുളു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടിയും മനസ്സാന്നിധ്യത്തോടുകൂടിയും നമ്മൾ വുളു എടുക്കണം. അതിനുശേഷം നമ്മൾ ചൊല്ലുന്ന ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഷഹാദത്താണ്. എന്ന് പറഞ്ഞാൽ കേവലം യാന്ത്രികമായ ഒരു പ്രവർത്തനമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, മറിച്ച് വലിയ ഒരു ആദർശത്തിൻ്റെ വക്താവാണ് ഞാൻ.
ഞാൻ അള്ളാഹുവിൻ്റെ ആരാധ്യതയിലും പ്രവാചകൻ്റെ നുബുവത്തിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിമാണ്, എനിക്ക് മഹനീയമായ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന തിരിച്ചറിവോടുകൂടിയാണ് ഒരാൾ അങ്ങനെ ചൊല്ലുന്നതെങ്കിൽ സ്വർഗത്തിൻ്റെ 8 വാതിലുകളിൽ ഏതിലൂടെയും പ്രവേശിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഈ പുണ്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ നന്നായി വുളു എടുക്കണം. ഇസ്ബാഗുൽ വുളു മസ്റ്റാണ്. നന്നായി വുളു എടുക്കണം, എന്നിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഈ ആദർശം ചൊല്ലുകയും വേണം. അപ്പോൾ 2 കാര്യമാണ് അവിടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ. എന്താണത്? ഒന്ന്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അള്ളാഹു ശുദ്ധി പ്രാപിക്കുന്നവരെയും പശ്ചാത്താപം കൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നന്നായി വുളു എടുക്കുന്നതിലൂടെ നമ്മൾ ചെയ്തത് എന്താണ്? ശരീരത്തെ ശുദ്ധീകരിച്ചു. പിന്നീട് ചൊല്ലുന്ന ഷഹാദത്ത് കലിമയുടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. അപ്പോൾ ആദർശത്തെയും ശുദ്ധീകരിച്ചു, അതോടൊപ്പം ശരീരത്തെയും ശുദ്ധീകരിച്ചു. അകവും പുറവും നന്നായാൽ പിന്നെ ആ വ്യക്തിക്ക് പോകാൻ പിന്നെ സ്വർഗമല്ലാതെ വേറെ എവിടെയാണ് സ്ഥലമുള്ളത്? അതുകൊണ്ട് തന്നെ അകവും പുറവും ശുദ്ധിയാക്കിയ, ആദർശത്തെയും ശരീരത്തെയും ശുദ്ധിയാക്കിയ ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഏത് വാതിലിലൂടെയും പ്രവേശിക്കാൻ അനുവദിക്കും. അത് വലിയൊരു മഹത്വമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതേപോലെ തന്നെ സ്വഹീഹായ മറ്റൊരു ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഇമാം നസായി അദ്ദേഹത്തിൻ്റെ അമലുൽ യൗമി വൽ ലൈല എന്ന ഗ്രന്ഥത്തിൽ, അതേപോലെ തന്നെ ഇമാം ഹാക്കിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിലും അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ തവദ്ദഅ, ഒരാൾ വുളു എടുത്തു, സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, നീ പരിശുദ്ധനാണ് റബ്ബേ, എല്ലാ ന്യൂനതകളിൽ നിന്നും നീ മുക്തനാണ് റബ്ബേ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക, അതേപോലെ തന്നെ നിൻ്റെ സകല സ്തുതികളും മഹത്വവും ഞാൻ ഉദ്ഘോഷിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഇലാഹില്ല, ആരാധ്യനില്ല. അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു. വ അതൂബു ഇലൈക, ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ ഒരു മജ്ലിസിൽ നിന്ന്, ഒരു നന്മയുടെ മജ്ലിസിൽ നിന്നൊക്കെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ദിക്റാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ വുളുവിന് ശേഷവും കൂടി ഈ ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷ മുസ്ലിമീങ്ങളും ഈ ഒരു ദിക്റിനെ സംബന്ധിച്ച് അശ്രദ്ധയിലാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. ഇങ്ങനെ പറഞ്ഞാൽ കുതിബ ഫീ റഖ്ഖിൻ, ഒരു പ്രത്യേക ഏടിൽ മലക്കുകൾ ഈ ദിക്ർ എഴുതി വെക്കുന്നതാണ്. ആ വ്യക്തിക്ക് വേണ്ടി അദ്ദേഹം ചൊല്ലിയ ഒരു ദിക്ർ എഴുതി വെക്കും. സുമ്മ തുബിഅ ബിതാബിഇൻ, എന്നിട്ടൊരു സീല് വെച്ചത് ഭദ്രമാക്കി കളയും. ഫലം യുക്സർ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അത് ഭദ്രമായി അള്ളാഹുവിൻ്റെ അടുത്ത് സൂക്ഷിക്കപ്പെടുന്ന എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ഏടിലാക്കി ഭദ്രമായി ഒരു കവറിലാക്കി സീല് വെച്ച് ഖിയാമത്ത് നാളിലാണത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വവും അതിലുള്ള നന്മയും എത്രയാണെന്ന് ഖിയാമത്ത് നാളിലെ ഏതൊരടിമയും തിരിച്ചറിയുകയുള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ പ്രതിഫലം. അതെന്താണെന്ന് നമുക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലൂടെ അതിനെ ഭദ്രമായി ഒരു ഏടിലാക്കി മുദ്ര വെച്ച് കളയുന്നതാണ്. ഖിയാമത്ത് നാളിൽ അത് പൊട്ടിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആർക്കും അറിയില്ല അതിൻ്റെ പ്രതിഫലം എത്രയാണ് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മിസ്സ് ചെയ്യരുത് ഈ ഒരു ദുആ. നേരത്തെ പറഞ്ഞതും അങ്ങനെ തന്നെ, ഈ ഒരു ദുആയും അങ്ങനെ തന്നെ. വുളു എടുത്തു കഴിഞ്ഞാൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. ഇവിടെ അഷ്ഹദു എന്ന് ഈ റിവായത്തിൽ കാണുന്നില്ല. ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. ഇത് പതിവാക്കണം. ഓരോ തവണ വുളു എടുക്കുമ്പോൾ ഇത് ചെയ്താലും അങ്ങനെ എത്രയെത്ര കവറുണ്ടാവും പൊട്ടിക്കാൻ. അൽഹംദുലില്ലാ, അതിലെത്രയായിരിക്കും ഉണ്ടാവുക? അതൊക്കെ അള്ളാഹുവിൻ്റെ നിഅമത്താണ്, അള്ളാഹുവിൻ്റെ ഫളലാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന് ഷക്കൂർ എന്ന ഒരു ഇസ്മുണ്ട്. അള്ളാഹുവിന്
അള്ളാഹു ഷക്കൂറാണ്. എന്താ ഷക്കൂർ എന്ന് പറഞ്ഞാൽ? നന്ദിയുള്ളവൻ. സൃഷ്ടികളോട് നന്ദി കാണിക്കേണ്ട എന്താ ആവശ്യമാണ് അള്ളാഹുവിനുള്ളത്? നാം അള്ളാഹുവിന് വല്ലതും ചെയ്തു കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അള്ളാഹുവിന് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെന്താണ് ഈ ഇസ്മിൻ്റെ പൊരുൾ? ഉലമാക്കൾ വിശദീകരിച്ചു. ആ ഇസ്മിൻ്റെ പൊരുൾ, ഒരടിമ കുറച്ച് ചെയ്താൽ മതി, നല്ല മനസ്സോട് കൂടി ചെയ്താൽ കുറേ അതിന് പ്രതിഫലം നൽകുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അടിമകളുടെ അമലൊന്നും അവർക്ക് കൊടുക്കുന്നതിന് പകരമല്ല, വളരെ കുറച്ചേ നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നല്ല തൗഹീദുള്ള മനസ്സോടുകൂടി ചെയ്യുന്ന മിസ്കാല് ദർറത്ത് പോലും വമ്പിച്ച പ്രതിഫലമാക്കി മാറ്റിത്തരുന്നവനാണ്. അടിമകളുടെ അമലുകളെ നന്ദിപൂർവം സ്വീകരിക്കുന്നവൻ. നമ്മൾ കുറച്ച് ചെയ്താൽ മതി, പക്ഷെ ആത്മാർത്ഥമായിട്ടായിരിക്കണം, പ്രവാചകൻ്റെ ചര്യയെ പിന്തുടർന്നുകൊണ്ടായിരിക്കണം. ഇത്രയും ചെറിയ അമലുകളായി നമുക്ക് തോന്നുന്ന കാര്യങ്ങളെ അള്ളാഹു സീല് വെച്ച് മുദ്ര വെച്ച് ഖിയാമത്ത് നാളിലെ പൊട്ടിക്കുകയുള്ളൂ. എത്ര ഫള് അതിലുണ്ടാകുമെന്നത് അള്ളാഹുവിന് മാത്രം അറിയാം. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് വുളു എടുക്കുക, മനസ്സറിഞ്ഞുകൊണ്ട് ഈ ദുആകൾ പ്രാവർത്തികമാക്കുക.